സദൃശ്യവാക്യങ്ങൾ അധ്യായം 15. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. മൃദുവായ മറുപടി കോപം നശിപ്പിക്കുന്നു, എന്നാൽ കഠിനവാക്ക് കോപത്തെ വർദ്ധിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് ജ്ഞാനത്തെ വേണ്ട പോലെ ഉപയോഗിക്കുന്നു. ഭോഷന്റെ വായോ ഭോഷത്വങ്ങൾ മാത്രം ഒഴുക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലാ സ്ഥലത്തുമുണ്ട്. അവൻ തിന്മയുള്ളവരെയും നല്ലവരെയും നോക്കി കൊണ്ടാണിരിക്കുന്നത്. ശാന്തമായ നാവ് ജീവന്റെ ഒരു വൃക്ഷമാകുന്നു. അതിൻ്റെ ഫലം ഭക്ഷിച്ച് തൃപ്തനാകും. ഭോഷൻ തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശം നിരസിക്കുന്നു, എന്നാൽ ശാസനത്തെ മാനിക്കുന്നവൻ ബുദ്ധിമാൻ. നീതിമാന്റെ ഭവനത്തിൽ വളരെയേറെ നിക്ഷേപമുണ്ട്, എന്നാൽ ദുഷ്ടന്റെ ആദായം നശിച്ചു പോകും. ജ്ഞാനികളുടെ അധരങ്ങൾ അറിവ് വിതറുന്നു, ഭോഷന്റെ മനസ്സോ നീതിയുള്ളതല്ല. ദുഷ്ടന്റെ ബലി ദൈവത്തിന് വെറുപ്പാണ്, നേരുള്ളവന്റെ പ്രാർത്ഥന തനിക്ക് പ്രസാദമത്രേ. ദുഷ്ടന്റെ വഴി ദൈവത്തിന് വെറുപ്പാണ്, നീതിയെ പിൻചെല്ലുന്നവനെയോ താൻ സ്നേഹിക്കുന്നു. വഴി പിഴച്ചു പോകുന്നവന്റെ തെറ്റ് തിരുത്തി കൊടുക്കുന്നത് അവന് വിരോധമത്രേ. ശാസന അവഗണിക്കുന്നവൻ മരിക്കും, നരകവും നാശവും ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയം എത്ര അധികം! തന്നെ ശാസിക്കുന്നവനെ ദുഷ്ടൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ജ്ഞാനികളുടെ അടുക്കൽ പോകുകയുമില്ല. സന്തോഷമുള്ള ഹൃദയം ശരീരത്തിന് പ്രസാദമുണ്ടാക്കുന്നു, എന്നാൽ ഹൃദയവേദനയോ ആത്മാവിനെ തകർത്തുകളയും. വിവേകമുള്ളവന്റെ ഹൃദയം ജ്ഞാനം അന്വേഷിക്കും, മൂഢരുടെ വായ്കളാകട്ടെ തിന്മ സംസാരിക്കും. അരിഷ്ടന്റെ ജീവിതകാലമെല്ലാം കഷ്ടകാലം, സന്തുഷ്ട മാനസനോ തുടരെയുള്ള ആനന്ദോത്സവം. അധർമ്മികളുടെ വളരെയേറെ നിക്ഷേപത്തെക്കാൾ ദൈവഭക്തിയോടുകൂടെയുള്ള അല്പധനമാണ് നല്ലത്. തടിപ്പിച്ച കാളയെ കൊണ്ടുള്ള വിരുന്നും അതോടുകൂടെ വെറുപ്പുമുള്ളതിനേക്കാൾ നല്ലത് സ്നേഹമുള്ളിടത്തെ സാധാരണമായ സസ്യഭക്ഷണമത്രേ. കോപിഷ്ഠൻ കലഹം കുത്തിപ്പൊക്കുന്നു, എന്നാൽ കോപിക്കാൻ താമസമുള്ളവൻ കലഹത്തിനു മുമ്പേ അത് ശമിപ്പിക്കുന്നു. അലസന്റെ വഴി മുള്ളുവേലി പോലെ ആകുന്നു, നീതിമാന്മാരുടെ പാതയോ സ്വച്ഛമാക്കപ്പെട്ടതത്രേ. ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തുഷ്ടനാക്കുന്നു, പക്ഷേ മൂഢനോ അവൻ്റെ പെറ്റമ്മയെ നിന്ദിക്കുന്നു. വിജ്ഞാനമില്ലാത്തവന് ഭോഷത്വമാണ് പ്രിയം, വിവേകമുള്ള മനുഷ്യൻ നേരെ നടക്കും. സംഘത്തെ മാനിക്കുന്നവർ ആലോചനകൾ കൈമാറുന്നു, ആലോചനക്കാർ അധികമുണ്ടെങ്കിൽ അവ സാധിതമാകുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഉത്തരം മൂലം മനുഷ്യൻ സന്തോഷിക്കും. തക്ക സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്ക് എത്ര മനോഹരം! താഴെയുള്ള നരകത്തിൽ നിന്ന് വിട്ടുമാറുവാനായി വിജ്ഞാനിയുടെ ജീവിതയാത്ര എപ്പോഴും മേലോട്ടാകുന്നു. നിഗളിയുടെ ഭവനം ദൈവം നശിപ്പിച്ചു കളയും, എന്നാൽ വിധവയുടെ അതിരുകളോ അവൻ ഉറപ്പാക്കും. ദുഷ്ടന്റെ ചിന്തകൾ ദൈവത്തിന് വെറുപ്പാകുന്നു, എന്നാൽ നിർമ്മലരുടെ വാക്കുകൾ സന്തോഷമുള്ള വാക്കുകൾ. കോഴ വാങ്ങുന്നവൻ സ്വന്തം ഭവനത്തെ പോലും വിഷമിപ്പിക്കുന്നു,
കോഴ വാങ്ങാതിരിക്കുന്നവനോ ജീവിക്കും. ജ്ഞാനിയുടെ ഹൃദയം ഉത്തരം വിശ്വസ്തയോടെ ചിന്തിക്കും. ദുഷ്ടന്റെ വായോ ദോഷങ്ങൾ സംസാരിക്കുന്നു. ദൈവം ദുഷ്ടനിൽ നിന്നും വളരെ അകത്താകുന്നു. നീതിമാന്റെ പ്രാർത്ഥനയോ താൻ കേൾക്കും. കണ്ണിന്റെ തിളക്കം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല ഹൃദയം അസ്ഥികളെ പുഷ്ടിപ്പെടുത്തുന്നു. ജീവനെ സംബന്ധിച്ചുള്ള പ്രബോധനം കേൾക്കുന്ന ചെവിയുള്ളവൻ വിജ്ഞാനന്മാരുടെ മധ്യേ വസിക്കുന്നു. ശാസന ഇഷ്ടപ്പെടാത്തവൻ തൻ്റെ പ്രാണനെ തന്നെയാണ് നിന്ദിക്കുന്നത്. ശാസന കേൾക്കുന്നവനോ വിവേകം ലഭിക്കും. ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ഉപദേശമാകുന്നു. വിനയമുള്ളവൻ്റെ മുമ്പിൽ ബഹുമാനം നടക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ